അപ്പോൾ ഇന്നലെ സാലി ഫ്രാൻസിസ് എന്ന് പറഞ്ഞ മോള് സാക്ഷ്യം പറഞ്ഞത് മലബാറിൽ അവർക്ക് ഈ സാലി ഫ്രാൻസിസിന് ഒരു 50-52 വയസ്സ് കാണുമായിരിക്കും. മലബാറിലുള്ള അവരുടെ അമ്മയ്ക്ക് 84 വയസ്സുണ്ട്. അപ്പോൾ അവർക്ക് ഹാർട്ട് പ്രോബ്ലവും വേറെ കുറേ അധികം അസുഖങ്ങളുണ്ട്. അപ്പോൾ ഈ അസുഖങ്ങളെ അമ്മയുടെ അടുത്ത് പോയി നിന്ന് ചികിത്സിക്കാനോ ശുശ്രൂഷിക്കാനൊന്നും പറ്റുന്ന ഒരു കുടുംബ പശ്ചാത്തലമല്ല. ഇവിടെ അവർ പാലായിൽ അവരെ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ എന്നാ ചെയ്യും? ഇവർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഉടമ്പടി ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ രോഗമുള്ള ഇടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയും. രോഗമുള്ള ഇടത്ത്, അത് അമ്മ നമുക്ക് തന്നൊരു നോട്ടാണ്, നേരത്തെ തന്നാണ്, ഒരു 2 കൊല്ലമായി തന്നിട്ട്. രോഗമുള്ള ഇടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ ഇവർ അരൂപിയിൽ നിൽക്കുന്ന കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു, അത് നിൻ്റെ കാര്യം മാത്രമല്ല, നിനക്ക് നിൻ്റെ അമ്മയുടെ അടുത്ത് പോകാൻ പറ്റണില്ലല്ലോ, അവർ 84 വയസ്സുമായിട്ട് കിടപ്പല്ലേ. അപ്പോൾ അതിന് പകരം അവരുടെ ശിരസ് കൈവെക്കണതിന് പകരം അവരെ ഓർത്തുകൊണ്ട് നിൻ്റെ ശിരസ് കൈവച്ചാൽ മതിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, കീപ് മിനിമം ഹോളി സ്പിരിറ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിവെയർ ഓഫ് ഹോളി സ്പിരിറ്റ് എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ കുറിച്ച് എപ്പോഴും ഒരു ജാഗ്രത വേണം. നമുക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു ജാഗ്രത വേണം. സഭയ്ക്ക് മൊത്തത്തിൽ വേണ്ടത് അതാണ്. നമുക്ക് ജാഗ്രതാ കമ്മീഷനൊക്കെ ഉണ്ട്. ഭൗതിക കാര്യങ്ങൾക്ക് നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കുറവുകൾ മനസ്സിലാക്കാനൊക്കെ നമുക്ക് കമ്മീഷൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും സീരിയസ് ആയിട്ട് കമ്മീഷൻ വേണ്ടത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു ജാഗ്രത എപ്പോഴും വേണം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ജാഗ്രതയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രെയർ ലൈഫിൽ ഒരിക്കലും, പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും ഫെയിലിയർ ആകത്തില്ല. കാര്യം പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഈശോയുടെ മനുഷ്യാവതാരം പരിശുദ്ധാത്മാവിലാണ് സംഭവിച്ചത്. ഈശോയുടെ കുരിശു മരണവും ആ മരണത്തിൻ്റെ ഭാഗമായി അവൻ്റെ പാർശ്വത്തിൽ പിളരുമ്പോൾ രക്തവും വെള്ളം ഒഴുകുന്നതും പരിശുദ്ധാത്മാവിലാണ്. എല്ലാം പരിശുദ്ധാത്മാവിലാണ് ആ രക്ഷണകൃത്യം പൂർത്തിയാകുന്നതെല്ലാം. പിന്നെ അവൻ ഉത്ഥിതനായി ഊതുമ്പോഴും സഭയ്ക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു വ്യക്തി ഹിസ് നോട്ട് അറ്റ് ഓൾ എ ക്രിസ്ത്യൻ. ഒരിക്കലുമല്ല. നിനക്ക് ദൈവത്തിൻ്റെ കല്യാണം ഒത്തുവരണില്ല, അല്ലെങ്കിൽ നിൻ്റെ മകളുടെ ജോലി ശരിയാകണില്ല, അല്ലെങ്കിൽ വീട് വിൽക്കണില്ല, ഒത്തിരി സമ്മർദ്ദങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ നീ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ, അമ്മയോട് ചോദിക്കുമ്പോൾ, അമ്മേ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ബോധം എനിക്ക് നൽകാൻ വേണ്ടി എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ പറയണം. ഒന്ന് കൈ ചെന്ന് വെച്ചേ, കണ്ണുകളടച്ചേ, തല കുനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, അമ്മേ പരിശുദ്ധമ്മേ, ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന ഈ നിമിഷം വർദ്ധിച്ച സ്വർഗീയ സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഞാൻ മാധ്യസ്ഥ യാചിക്കുന്നു. അമ്മയെ ശക്തിപ്പെടുത്തിയ അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബോധം എന്നിൽ ഉണർത്തണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കുവാനും വിശ്വാസം പ്രഖ്യാപിക്കുവാനും എല്ലാ പ്രാരാബ്ധങ്ങളെയും യേശു അതിജീവിച്ചതുപോലെ അതിജീവിക്കുവാനും എനിക്ക് അഭിഷേകം നൽകണമേ. കർത്താവേ, പരിശുദ്ധാത്മാവേ, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ഈ ശുശ്രൂഷയിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജീവിത നിയോഗങ്ങളിലേക്ക്, അവർ അതിജീവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് അഭിഷേകമായി കടന്നു ചെല്ലണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 സ്തോത്രം കർത്താവേ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ അമ്മ സാലി ഫ്രാൻസിസ് സ്വന്തം ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. പിറ്റേ ദിവസം ഈ 84 വയസ്സുള്ള അമ്മ ഇവരെ ഫോണിൽ വിളിച്ചിട്ട് അമ്മ ഒരു കാര്യം പറയും. എന്താ പറയണത്? നിൻ്റെ ആലപ്പുഴ മാതാവ്, അങ്ങനെയാണ് പറയണത്. ഞാനും ആദ്യം കേൾക്കണം ഇങ്ങനെ,
നിൻ്റെ ആലപ്പുഴ മാതാവ് സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നു. കാര്യം വെച്ചാൽ എന്നിട്ട് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, അവരോട് പറയാത്തൊരു കാര്യം. 84 വയസ്സുണ്ട്, അത്ര വലിയ ബോധം ഓർമ്മയൊന്നുമില്ല. അവരോട് പറയാത്ത, അവർക്കിന്ന് വരെ അറിയാത്ത ഒരു കാര്യം ഈ 84 വയസ്സുള്ള അമ്മച്ചി മകളോട് പറയാം. എന്താണ്? ഈ മാതാവിൻ്റെ കയ്യിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നിങ്ങൾക്കറിയാം, ഈ അമ്മ മാതാവിനെ ആദ്യം പ്രത്യക്ഷിച്ചിരുന്ന കാലത്തെ അമ്മ സമയഘടികാരം നെഞ്ചിച്ചാർത്തിയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ അത് ഈ 84 വയസ്സുള്ള അമ്മയ്ക്ക് അറിയത്തില്ല, അമ്മയോട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ അമ്മ പറയണത്, ഈ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ കയ്യിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു, ഒരു സമയം ഉണ്ടായിരുന്നെന്ന്. അത് ആണ് വസ്തുത്തിൽ ഇപ്പോൾ ഈ കൃപാസനം തുറന്നപ്പോൾ തന്നെ കിട്ടിയ ഏറ്റവും വലിയ. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്നാണ്. രോഗസൗഖ്യ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ പ്രത്യേകം കൗൺസിൽ, അവരാണ് ഇപ്പോൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവരെയാണ്. അപ്പോൾ അവിടെ എല്ലാം പ്രാർത്ഥിക്കുന്നത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ്. അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അത് അമ്മ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിന് സാക്ഷിയായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈ ഇടിച്ച് കർത്താവ് കാലത്തിലെ അമ്മയുടെ കൈവിരൽ സ്പർശം, അതോടുകൂടിയാണ് നമ്മൾ അവകാശം പ്രാപിക്കുന്നത്. ഇപ്പോൾ 1 പത്രോസ് 3:9 എന്താ പറയണത്? അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അനുഗ്രഹം എങ്ങനെയാണ് അവകാശമാക്കുന്നത്? നമ്മുടെ കാലത്തിൽ ദൈവം ഇടപെടണം. അപ്പോൾ ചില സമയത്ത് കാലത്തിൽ ഇടപെടാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് ഈശോ പറയണത്. എന്താണ്? എൻ്റെ സമയം ഇനിയും, നിന്നെ അനുഗ്രഹിക്കാനുള്ള എൻ്റെ സമയം ഇനിയും. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയണത്? ഇവരുടെ അനുഗ്രഹത്തിൻ്റെ കാലം ഇനിയും ആയിട്ടില്ല എന്ന് പറയും. അതാ 2:4 യോഹന്നാൻ്റെ സുവിശേഷം. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി ജനിക്കപ്പെട്ടവരാണ് നമ്മൾ, വിളിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിലും ചില സമയത്ത് അതിൻ്റെ കാലമാകത്തില്ല. ഈ കാലമാകാതെ വരുമ്പോൾ ദൈവം അതിനു വേണ്ടി ഒരാളെ ഉയർത്തുകയാണ് പുതിയ നിയമത്തിലെ. എന്തിനാണ്? മനുഷ്യൻ്റെ അനുഗ്രഹകാലങ്ങളെ അവരുടെ ആവശ്യമനുസരിച്ച് കൊണ്ട് ക്രമീകരിക്കണം. മനുഷ്യൻ്റെ അനുഗ്രഹകാലങ്ങളെ അതിനാണ് അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും, ഈ അനുഗ്രഹകാലങ്ങളെ നമ്മുടെ ആവശ്യമനുസരിച്ച് കൊണ്ട് ക്രമീകരിക്കാൻ പറ്റും. എങ്ങനെ ക്രമീകരിക്കാൻ പറ്റും? നമ്മൾ ദൈവാനുഗ്രഹത്തിന് സ്വയം പ്രതിഷ്ഠിക്കുന്നവരാകണം. അപ്പോൾ ദൈവാനുഗ്രഹത്തിന് നമ്മൾ എങ്ങനെയാണ് സ്വയം പ്രതിഷ്ഠിക്കുന്നത്? ദൈവവചനമനുസരിച്ച് കൊണ്ട് നമ്മൾ ജീവിക്കണം. ചുരുക്കി പറഞ്ഞാൽ അവൻ പറയണത് പോലെ ചെയ്യണം. ഉടമ്പടി അതാണ് അതിൻ്റെ അനുഗ്രഹമർമ്മം. അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യും. അവൻ പറഞ്ഞതുപോലെ ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നമ്മുടെ അനുഗ്രഹകാലത്തെ ദൈവം നമ്മുടെ അടിയന്തര കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും. ഇത് യഥാകാലം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കാലത്തിൽ ഇടപെടുമ്പോഴാണ് യഥാകാലമാകുന്നത്. അല്ല സർക്കാർ കാലം വഴി പോലെ എന്നല്ല എൻ്റെ അർത്ഥം. ഓരോന്നും നടക്കേണ്ട കാലത്ത് നടന്നോളൂ എന്ന് പറയണില്ലേ? സർക്കാർ കാര്യം വഴി പോലെ, അങ്ങനെയല്ല. ബൈബിൾ ഇതിന് യഥാകാലം എന്നാണ് പറയണത്. യഥാകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ അനുഗ്രഹ കാലത്തിൽ ദൈവം ഇടപെടുന്ന കാലം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രഭാഷകൻ 39-ാം അധ്യായം 34-ാമത്തെ വാക്യം, ഒന്ന് മറ്റൊന്നതിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. പ്രഭാഷകൻ 39 തിരുവചനം 34. ഒന്ന് ഏറ്റു പറഞ്ഞ ഒന്ന് മറ്റൊന്നതിനേക്കാൾ
മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതാതിൻ്റെ കാലത്ത് നന്മയായി തെളിയുമെന്നാണ്. പക്ഷേ ഈ യഥാകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ നിശ്ചയിക്കുന്ന കാലമാണ്. അല്ലാതെ സർക്കാർ കാര്യം വഴി പോലെ എന്നല്ല.